വിശുദ്ധ ഖുർആന് എവിടെന്ന് ചോദിച്ചാലും ഓതുന്ന കുറെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ മോന് ഖുർആന് ശരിക്കും പഠിച്ചിട്ടില്ല. അതായത് അറബി അക്ഷരം എഴുതാനോ വായിക്കാനോ അറിയാത്ത ഈ ചെറിയ കുഞ്ഞു മോന് ഖുർആന് മാത്രം എവിടെന്ന് ചോദിച്ചാലും കൃത്യമായിട്ട് പറയും. അതൊരു അത്ഭുതമാണ്. എവിടെന്ന് ചോദിച്ചാലും കുഴപ്പമില്ല. ഓ മാഷാ അല്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു കറക്റ്റാണ് ഫ്ലോയില് പോകുന്നുണ്ട്. സീമാവും ഫ്യൂജുവും മിൻ അഥരി സുജൂദ്. അതിനപ്പുറം അതെ കൃത്യാണ് ഓതിയതൊക്കെ കൃത്യാണ്. ഞാനത് നോക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഒരു സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയാണ്. സന്തോഷം കൊണ്ട് ഇതാവുകയാണ് അല്ലേ? അതെ ടൈറ്റ് ആണ്. പക്ഷെ അത് മനസ്സിലാകുന്നുണ്ട്. കേട്ട് പഠിച്ചതാണ് അല്ലേ? അതൊരു അത്ഭുതമാണ്. കേട്ട് പഠിച്ചതാണ് അല്ലേ? ഇത് ശരിക്കും നിങ്ങൾ പഠിപ്പിച്ചിട്ടൊന്നുമല്ല പഠിച്ചത്? ഞങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവന് ഖുർആൻ വെച്ചു കൊടുത്തിട്ടില്ല. അവന് വെച്ചാല് ഭിന്നശേഷിക്കാരനായ ഒരു മോനാണ്. പ്രീ ടൈം ഡെലിവറി ഒന്നു 7 മാസം കടന്നുടനെ പ്രസവിച്ചിട്ടുണ്ട്. സെറിബ്രൽ പൾസി എന്ന അസുഖമാണ് ആൾക്കുള്ളത്. തലച്ചോറിലേക്കുള്ള ഞരമ്പുകൾക്ക് ക്ഷതം വന്നിട്ട് ഇരിക്കാനോ നടക്കാനോ സ്വന്തമായിട്ട് പ്രാഥമിക കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും കഴിയൂല. ചെറുപ്പത്തിൽ നല്ലോണം ഇവർക്ക് പറയാനൊന്നും കഴിയൂല. കരച്ചിൽ ഒരു 5 വയസ്സിന് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പൊ ഈ ചെറുപ്പം മുതലേ ഇവൻ എന്താണ് കാര്യങ്ങളൊന്നും പറയാൻ കരച്ചിലൊക്കെ വരുമ്പോൾ ഖുർആൻ വെച്ചു കൊടുക്കും ആദ്യം മുതലേ. പിന്നെ അവന് സംസാരിക്കാൻ തുടങ്ങുമ്പോഴും എനിക്ക് ഖുർആൻ വെച്ചാൽ മതി, ഇതിന്റെ അസുഖം മാറും. വിഷമം വെച്ചു കൊടുക്കും. സന്തോഷമാണ് കേൾക്കണത്. ഖുർആൻ കേൾക്കണത് നല്ല ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. അപ്പൊ അതങ്ങനെ വെച്ചു കൊടുക്കേണ്ടത് സ്ഥിരമായിട്ട്. പക്ഷെ ഇത് ഫുള്ളായിട്ട് കേട്ടിട്ടുണ്ടോ? ഖുർആൻ കുറെ സമയം ഉണ്ടല്ലോ ഫുള്ളായിട്ട് കേട്ട് തീരണമെങ്കിൽ. പാട്ട് വെക്കണ പോലെ ഏത് സൂറത്താണ് വെച്ചു കൊടുക്കുക. പക്ഷെ മാഷാ അല്ലാഹ് എവിടുന്ന് ചോദിച്ചാലും ആളിപ്പോ ഓതുന്നുണ്ട്. നമ്മള് സൂറത്ത് ഓതി കഴിഞ്ഞാല് അടുത്ത ആയത്ത് കൃത്യമായിട്ട്. അതായത് നമ്മളൊരു പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചത് പറഞ്ഞ എന്തോ ഒരു ദൈവികമായിട്ടുള്ളൊരു കഴിവ്. അല്ലെങ്കിൽ അല്ല, എത്ര വയസ്സ് മുതലാണ് ഈ ഒരു കഴിവ് ഉണ്ടായത്? ഇത് നമുക്ക് മനസ്സിലാവണത് ഒരു 7 വയസ്സ് അല്ലെ? 7 വയസ്സൊക്കെ ആകുമ്പോ നമ്മളിങ്ങനെ റമളാന് ഖത്മ് കംപ്ലീറ്റ് ചെയ്യുമ്പോ വൈഫിന്റെ അടുത്തിരുന്നിട്ട് വൈഫോടെ പോസ്റ്റ് ചെയ്ത് വെച്ചാല് അവിടുന്ന് അടുത്തത് ഇവനെ റിസെറ്റ് ചെയ്യും. കാര്യങ്ങളൊക്കെ ഇങ്ങനെ അറിയാൻ തുടങ്ങി. ഇത്ര ഫോളോവേഴ്സ് ആയി, ഫോളോവേഴ്സ് കൂടിയോ ചോദിക്കുമല്ലേ? അപ്പൊ നിങ്ങൾ എല്ലാരും ഫിനാദിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ ഫോളോ ചെയ്യാ. ഇൻഷാല്ലാ എല്ലാരും സപ്പോർട്ട് ചെയ്യാട്ടോ മാക്സിമം. ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം കേട്ടോ. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.